പറഞ്ഞു അന്ന് നമ്മളിത് നടന്ന ഈ ട്രെയിനിങ്ങിൽ ഫസ്റ്റ് ദിവസമായി 16 ദിവസമായപ്പം പറിച്ചിട്ട ഞാടാ. അതിനാണ് ഏറ്റവും കൂടുതൽ ടില്ലറിങ് ഉണ്ടായത്. ഓക്കെ, ടില്ലറിങ് എന്ന് പറയുമ്പോൾ ഈ എണ്ണം ഉണ്ട് ചെനപ്പ്. ഇതിപ്പോൾ ഇതാണ് നമ്പർ ഓഫ് ടില്ലേഴ്സ്. 1 2 3 4 5 6 7 25 ടില്ലറൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ഈ 1000 നെല്ലുണ്ടെങ്കിൽ 1000 രുചിയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പം കുറച്ച് വെറൈറ്റി ഇല്ലാതിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്താ പറയുക, പിന്നെ ഇതൊരു അഭിമാനമാണ്. അതൊരു 100 തരം നെല്ല് കഴിച്ചിട്ടുണ്ട്, എല്ലാ കൊല്ലം ഒരു 30 അരി വെറൈറ്റി അരി വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ മറ്റാർക്കും കിട്ടാത്ത ഒരു മറ്റാർക്കും കിട്ടാത്തതല്ല, എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. അപ്പം അതുകൊണ്ടും എല്ലാം കുറേ ചെയ്യും. അതുകൊണ്ട് എവിടെ പോയാലും പുതിയൊരു നെല്ലിനും കണ്ടാൽ, അരി കണ്ടാൽ അത് ജൈവമാണോ എല്ലാം ചിന്തിക്കാറില്ല. അത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ഒന്ന് വെച്ച് നോക്കും. അപ്പോൾ അതൊരിപ്പോൾ ഒരു രസമായിട്ട് മാറിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു രുചി കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങളാണ്. അപ്പോൾ ഔഷധ ഗുണങ്ങൾ പല രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഇത് വേണമെന്ന് തോന്നിയിട്ടുണ്ട്. ഈ ഔഷധ ഗുണങ്ങൾ സെൻറ്റഡ്. പിന്നെ ചില വിഭവങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ചില അരികൾ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഒരു അരി വെച്ച് നമുക്ക് എല്ലാ വിഭവവും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ചില ഇത് വെള്ളയപ്പത്തിന് പറ്റിയതാവാം, ചിലത് ഉപ്മാവിന് പറ്റിയതാവാം. പായസം വെക്കാനാണെങ്കിൽ ഇപ്പം പൊതുവെ നമുക്കിപ്പോൾ ആൾക്കാർക്ക് അരിപ്പായസത്തിനോട് ഇഷ്ടം കുറയാണല്ലോ. പക്ഷേ ജീരശാലേൻ്റെ ഒരു പായസം കഴിച്ചാൽ പിന്നെ അതങ്ങ് നമുക്ക് ഇഷ്ടമാവും, നമുക്ക് അതിനോട് സ്നേഹമാവും. അപ്പം അങ്ങനെ നമുക്ക് വിവിധ വിഭവങ്ങൾ ഉണ്ടാക്കാൻ അരി പറ്റും. വിവിധ ഔഷധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഒരുപാട് അരികളുണ്ട്. ഇപ്പം നമ്മൾ എന്താ പറയുക, ചെന്നലൊക്കെ കഴിച്ചാൽ നമ്മുടെ നീര് തന്നെ ശരീരത്തിൽ ആളുകൾക്ക് നീര് കുറയുന്നൊക്കെ ഇതുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഔഷധ ആവശ്യങ്ങൾക്ക് നമുക്ക് നെല്ല് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടൊക്കെ ഈ നെല്ലിൻ്റെ കൺസർവേഷൻ ഒരു വലിയ പ്രാധാന്യമുണ്ട്. പിന്നെ ഓരോ നാടിനും പറ്റിയ നെല്ലിനങ്ങൾ ഓരോന്നാണ്. അപ്പോൾ ആ മണ്ണിനും നാടിനും കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നെല്ലിന്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പം നമ്മൾ കൂടുതൽ അറിഞ്ഞ് വരുമ്പോൾ ഈ ഇതിൻ്റെ പ്രാധാന്യം, ഒരു ക്രോപ്പ് എന്ന നിലയിൽ നെല്ലിൻ്റെ പ്രാധാന്യം, ഓരോ വെറൈറ്റിയുടെ പ്രാധാന്യം നമുക്ക് കൂടുതൽ മനസ്സിലാകുമ്പോൾ അത് പിന്നെ നമ്മുടെ ഒരു ഉത്തരവാദിത്വമായിട്ട് മാറും. ഇത് സംരക്ഷിക്കേണ്ടത്, നിലനിർത്തേണ്ടതും അതിൻ്റെ ശുദ്ധത നിലനിർത്തേണ്ടതും പ്രചരിപ്പിക്കേണ്ടത് ആ ഒരു കാര്യം കൂടി രണ്ടാമത്തെ വരും. ഒന്ന്, നമ്മളൊരു ഭക്ഷണ നിലയിൽ നമ്മുടെ ഉപയോഗത്തിനും, 2 ഇതൊരു നാടിനെ സംബന്ധിച്ച് എത്രമാത്രം വിലപ്പെട്ട ഒരു റിസോഴ്സാണെന്നുള്ളതും ഇത് ചെയ്യാൻ ഉള്ളൊരു പ്രധാനപ്പെട്ട പ്രചോദനമാണ്. ഇത് നമ്മളൊരു കൺസർവേഷൻ പ്ലോട്ടാണ്. ഈ കൺസർവേഷൻ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇവിടെ 76 വിത്തുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 76 വിത്തുകളെ എന്താ പറയുക, ഇതൊരു പ്രധാനമായിട്ടും ഇവിടെ ഈ വിത്തുകൾ എത്ര കണ്ട് നന്നാവുന്നുള്ള ട്രയലുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നല്ല ശുദ്ധമായ വിത്തെടുത്ത് ഭാവിയിൽ പറ്റുകയാണെങ്കിൽ ഇവിടെ കൂടുതൽ ചെയ്യുക, ആവശ്യക്കാർക്ക് കൊടുക്കുക, അങ്ങനെ ഒരു വിത്ത് സംരക്ഷണ പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് നമ്മൾ ചെറിയ പ്ലോട്ടുകളായിരിക്കും ചെയ്യുക. പക്ഷേ ഇതിനെ കൃത്യമായിട്ട് നമ്മൾ ആദ്യം വിത്ത് കിട്ടുമ്പോൾ നമ്മളതിന് ആദ്യത്തെ വർഷം കൃഷി ചെയ്യുമ്പോൾ നമ്മളിതിൻ്റെ ഒരു പാസ്പോർട്ട് ഡാറ്റ എന്നിട്ടൊരു ഡാറ്റ ഉണ്ടാക്കി ജനറേറ്റ് ചെയ്യും. അപ്പോൾ അതിലും വിത്തിൻ്റെ എല്ലാ ഫീച്ചേഴ്സും എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ അതിൽ ഡോക്യുമെൻറ്റ് ചെയ്യും. പിന്നെ വരും വർഷങ്ങൾ നമ്മൾ ഓരോന്നും ചെയ്യുന്ന സമയത്ത് ഇതുമായിട്ട് മാച്ച് ചെയ്തിട്ട് എല്ലാത്തതിനൊക്കെ നമ്മൾ ഓരോ ഘട്ടത്തിൽ ഒഴിവാക്കും. അങ്ങനെ നമ്മൾ ആ രീതിയിൽ ഇതിൻ്റെ ശുദ്ധത നിലനിർത്താനാണ് ഇതിൽ ശ്രമിക്കുക. പിന്നീട് അതിൻ്റെ ഏറ്റവും നല്ല കതിരുകൾ മാത്രം വിത്തിനെടുത്ത് വെക്കും. ബാക്കി നമ്മൾ അരിയായിട്ട് ഉപയോഗിക്കും. പിന്നെ ആ വിത്ത് എടുത്ത് വെച്ചാലും അടുത്ത വർഷം ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ ഓരോ ഘട്ടവും ഇതിനെ ശുദ്ധി ചെയ്തെടുത്തിട്ട് നമ്മൾ നോക്കും. നമ്മളപ്പോൾ അവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, ആ വെറൈറ്റീൻ്റെ രുചി കിട്ടണം, സൈസ് കിട്ടണം, അതിൻ്റെ ഡ്യൂറേഷനിൽ അതിൽ തന്നെ വരണം. നമ്മൾ ആ വെറൈറ്റിക്ക് കൊണ്ട് പറയുന്ന എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാൻ പറ്റണം. മറിച്ച് അത് ഒന്ന് പറ്റാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ വെറൈറ്റി മാറും. അപ്പോൾ ആ ഒരു വെറൈറ്റിയായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് അരിക്ക് അതിനായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെയാണോ ഗുണങ്ങൾ പറയുന്നത് ആ ഗുണങ്ങളൊക്കെ കിട്ടണം, നമുക്ക് ഒരു കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് കിട്ടണം. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതൊരു മുള്ളൻകിഴമ എന്നുള്ള ഒരു അരിയാണ്. ഇതൊരു സെൻറ്റർ റൈസാണ്, ഉരുണ്ടിട്ടുള്ള. അപ്പോൾ സാധാരണ നമ്മളിത് കൂടുതലും ഇത് പാചകം ചെയ്യുമ്പോൾ ഇതിന് സുഗന്ധം ഉണ്ടാവും. ഭക്ഷണ പലഹാരത്തിനും സുഗന്ധം, വേകുമ്പോഴും സുഗന്ധം ഉണ്ടാവും. പിന്നീട് ഇതോടൊപ്പം തന്നെ ഇത് എന്താ പറയുക, പായസത്തിനും പച്ചരിക്കും ചോറിനൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ശുദ്ധത നിലനിർത്താൻ വെച്ചാൽ നമ്മളിത് എത്ര കാലം ചെയ്യുന്നു അത്രയും കാലം നമുക്ക് ഈ ഗുണം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർക്ക് മൊത്തം ചെയ്യുന്നത്.